എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പുണ്ടായിരുന്ന 2 ഭാഗങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 പാർട്ടുകൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം 3ാമത്തെ ഭാഗം കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ശാസ്ത്രത്തിൻ്റെ മേഖലയിലോട്ട് പോകുമ്പോഴും ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫിസിക്സിൽ തന്നെ നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എടുക്കുമ്പം ആ മേഖലയിൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഒരു കോൺസെപ്റ്റ് അവിടെയും പഠിക്കുന്നുണ്ട്. അവിടെയും ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ഫിസിക്സിൻ്റെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഫിസിക്സിൻ്റെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, അതുപോലെ തന്നെ മോഷൻ, ചലനം, ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ ഫിസിക്സിൻ്റെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ മെക്കാനിക്സിൻ്റെ അകത്തും ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പല ഭാഗങ്ങളിലും പോകുമ്പോഴും ഇക്വിലിബ്രിയത്തിന് പല ഡെഫിനിഷൻ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ്, ഓരോ ശാസ്ത്രത്തിൻ്റെ മേഖലകളിലും ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ വ്യത്യസ്തമായിരിക്കും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിന് ഫിസിക്സിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സയൻസിൻ്റെ ഭാഗത്ത് പറയുന്ന ഡെഫിനിഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് ആദ്യമേ തന്നെ പറയുകയാണ്, കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പം ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കും. മെക്കാനിക്സിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത് വേറെ ഒന്നുമില്ല, ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോഴും പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വസ്തുവിൻ്റെ പുറത്ത് അൺബാലൻസ്ഡ് ആയിട്ട് ഒരു ഫോഴ്സും നിലവിൽ അപ്ലൈ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ വസ്തു എന്തിലാണെന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു വസ്തു ഇരിക്കുകയാണ്, ആ വസ്തുവിൻ്റെ പുറത്ത് നിലവിൽ, ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റായിട്ട് പറഞ്ഞാൽ, കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വസ്തുവിൻ്റെ പുറത്ത് നിലവിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ, പ്ലസ് അതിൻ്റെ പുറത്തൊരു ടേണിംഗ് മൊമെൻറ്റും ഇല്ല എങ്കിൽ. ഈ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, അതെന്താണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഭയപ്പെടേണ്ട. സോ ഫോഴ്സിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. സോ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും ഒരു വസ്തുവിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. മെക്കാനിക്സിൽ ആ വസ്തു നിലവിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നിങ്ങളുടെ മേശപ്പുറത്ത് നിങ്ങളുടെ ബുക്ക് എന്തെങ്കിലും ഉണ്ടാവും, ആ ബുക്ക് അവിടെ ഇരിക്കുകയാണ്, ആ ബുക്ക് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബുക്ക് ചലിക്കുന്നില്ല, ആ ബുക്കിന് ഒരു ചലനമില്ല. ആ ബുക്കിനൊരു ചലനമില്ലാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബുക്കിൻ്റെ പുറത്ത് ഇപ്പോഴും നിലവിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ആ ബുക്കിനെ നിങ്ങളുടെ കൈവിരലുകൊണ്ട് തള്ളി നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ബുക്കിൻ്റെ പുറത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പുറത്ത് നിങ്ങളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. ആ സമയത്ത് ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സോ ഒരു വസ്തുവിൻ്റെ പുറത്തുള്ള ടോട്ടൽ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ടോട്ടൽ ഫോഴ്സിൻ്റെ സം 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പുറത്ത് ഒരു നെറ്റ് ഫോഴ്സ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പുറത്ത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും ഇല്ല എങ്കിൽ ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. മെക്കാനിക്സിൻ്റെ അകത്ത് ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഇനി അതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു വസ്തു വരയ്ക്കുകയാണ്. സപ്പോസ് ഈ വസ്തുവിനെ ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തിലോട്ട് ആരെങ്കിലും ഒരാൾ തള്ളുകയാണെന്ന് വിചാരിക്കുക. ഈ വസ്തുവിനെ ഇടത് ഭാഗത്തിൽ വലത് ഭാഗത്തിലോട്ട് ആരെങ്കിലും തള്ളുകയാണെന്ന് വിചാരിക്കുക. ഒരു ഫോഴ്സ് F ഉപയോഗിച്ച് തള്ളുകയാണെന്ന് വിചാരിക്കുക. സോ നമുക്കറിയാം,
നിങ്ങളൊരു ഫോഴ്സ് ഒരു വസ്തുവിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിരിക്കുന്ന ബുക്കിനെ ജസ്റ്റ് ഒന്ന് തള്ളി നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ഇടതുനിന്ന് വലതിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ വസ്തു ഉറപ്പായിട്ടും വലത് സൈഡിലോട്ട് എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം ആ വസ്തുവിൻ്റെ പുറത്തൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. എഫ് എന്ന് പറയുന്ന ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. അതിനെ ഒരു ഫോഴ്സുകളും ബാലൻസ് ചെയ്തിട്ടില്ല. അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഈ വസ്തു എന്ത് ചെയ്യും, നീങ്ങും. ഇപ്പോഴും ഈ വസ്തു എന്തിലല്ല, ഇക്വിലിബ്രിയത്തിലല്ല. എന്നാൽ നിങ്ങൾ ഇതേ എമൗണ്ടിലുള്ള ഫോഴ്സ്, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇപ്പോൾ 10 ന്യൂട്ടൺ ആണെങ്കിൽ 10 ന്യൂട്ടൺ, അതേ എമൗണ്ടിലുള്ള ഒരു ഫോഴ്സ് വലത് നിന്ന് ഇടതിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങൾ എഫ് എന്ന് പറയുന്ന അതേ ഫോഴ്സ് വലതിൽ നിന്ന് ഇടതിലോട്ട് അതേ ലൈനിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇനി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴിതൊരു ബാലൻസ്ഡ് കണ്ടീഷനായി. ഈ ഇടത് നിന്ന് വലതിലോട്ട് അപ്ലൈ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ വലത് നിന്ന് ഇടതിലോട്ട് അപ്ലൈ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ബാലൻസ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഇക്വിലിബ്രിയത്തിലാവും. ആ വസ്തുവിൻ്റെ പുറത്തുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇടത് സൈഡിലുള്ള നിന്ന് വലത് സൈഡിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റിനെ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്യും, ഇല്ലാതാക്കും. സോ ആ വസ്തു പിന്നെയും എന്തിലാവും, ഇക്വിലിബ്രിയത്തിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ സഹോദരനുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ടേബിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ടേബിളിൻ്റെ ഫ്രണ്ടിലോട്ട് തള്ളുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സഹോദരൻ മറു സൈഡിൽ നിന്ന് നിങ്ങൾക്കെതിരായിട്ടുള്ള സൈഡിലോട്ട് തള്ളുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരുപോലെ ആണെങ്കിൽ ടേബിൾ അനങ്ങില്ല. ടേബിളിൻ്റെ പുറത്തുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടേബിൾ നിശ്ചലാവസ്ഥയിലായിരിക്കും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ വസ്തു മെക്കാനിക്സിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഫിഗറിൽ കുറേ സ്റ്റോൺസ് അടുക്കി മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോണുകളെല്ലാം അടുക്കി വെച്ചിരിക്കുമ്പോൾ ഈ സ്റ്റോണുകൾ ഇങ്ങനെ തന്നെ ഇരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം ആയതുകൊണ്ടാണ്. ഈ സ്റ്റോണുകളെല്ലാം എന്തിലായതുകൊണ്ടാണ്, ഇക്വിലിബ്രിയത്തിലായതുകൊണ്ടാണ്. ഈ സ്റ്റോണുകളുടെ പുറത്ത് അപ്ലൈ ചെയ്തേക്കുന്ന നെറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ഈ സ്റ്റോണുകൾ ഇപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്, 0 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു നെറ്റ് ഫോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഈ വസ്തുക്കൾ ആ റെസ്റ്റിൽ തന്നെ, നിശ്ചലാവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ പുറമേ നിന്ന് നിങ്ങളുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേളിലുള്ള ഒരു സ്റ്റോണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഫോഴ്സ് കൊടുത്താൽ പോലും ഇത് എന്താവും, അൺബാലൻസ്ഡ് കണ്ടീഷനാവും, അല്ലെങ്കിൽ നൺ ഇക്വിലിബ്രിയം കണ്ടീഷനിലാവും. ആ സമയത്താണ് ഈ സ്റ്റോൺസ് മൂവ് ചെയ്യുന്നതും അത് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളത്. സോ ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ പുറത്ത് നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല, നെറ്റ് ടേണിംഗ് മൊമെൻറ്റും ഉണ്ടാവില്ല. ഞാൻ ആ വാക്കൊന്നും കൂടെ ഉപയോഗിക്കുകയാണ്, ടേണിംഗ് മൊമെൻറ്റും ഉണ്ടാവില്ല. ആ സമയത്ത് ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതായത് ആ വസ്തു ഉറപ്പായിട്ട് നിശ്ചലാവസ്ഥയിലായിരിക്കും, അനങ്ങാതിരിക്കും. ആ സമയത്തുള്ള ആ വസ്തുവിൻ്റെ സ്റ്റേറ്റിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ അതാണ് ഞാനിവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും കൂടുതലായിട്ട് അതിൻ്റെ അകത്തില്ല. ഇനി നമ്മൾ ടേണിംഗ് മൊമെൻറ്റ് എന്താണെന്ന് പഠിക്കണം. ടേണിംഗ് മൊമെൻറ്റ് എന്താണെന്ന് പഠിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കണം. ഈ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഫോഴ്സിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ ടേബിളിനെ നിങ്ങൾ ഉന്തി നീക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളതിനെ തള്ളി നീക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ ടേബിളിനുണ്ടാകുന്ന മോഷനെ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയും. അതായത് അത് സ്ട്രെയിറ്റ് ആയിട്ടൊരു പ്രതലത്തിലൂടെ ഇങ്ങനെ ഞരങ്ങി ഫ്രണ്ടിലോട്ട് നീങ്ങും. അത് സാധാരണ മോഷനാണ്. ഇനി ഫോഴ്സിന് ഒരു വസ്തുവിനെ ട്രാൻസ്ലേഷൻ മോഷന് വിധേയമാക്കാനല്ല. നിങ്ങൾ ചുറ്റും കാണുന്ന ഒരുപാട് സാധനങ്ങൾ ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും. നിങ്ങളുടെ ബൈക്ക് പോകുന്നതും നിങ്ങളുടെ കാറ് പോകുന്നതും ഇതെല്ലാം ട്രാൻസ്ലേഷൻ മോഷൻസാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ, സാധാരണ മോഷൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സിന് ഒരു വസ്തുവിനെ ഉന്തി നീക്കാൻ മാത്രമല്ല, പുഷ് ചെയ്ത് നീക്കാൻ മാത്രമല്ല ശേഷിയുള്ളത്, അല്ലെങ്കിൽ പുള്ളി ചെയ്ത് വലിക്കാൻ മാത്രമല്ല ശേഷിയുള്ളത്. ഫോഴ്സിന് ഒരു വസ്തുവിനെ കറക്കാനും ശേഷിയുണ്ട്. ഒരു വസ്തുവിനെ റൊട്ടേഷന് വിധേയമാക്കാൻ ഫോഴ്സിന് കഴിയും. നിങ്ങളൊരു പ്രത്യേക രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലൊരു കാറ്റാടി ഉണ്ടെന്ന് വിചാരിക്കുക. കാറ്റാടിയുടെ ലീഫിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റാടി എന്ത് ചെയ്യും, കറങ്ങും. സോ
അതിനെയാണ് നമ്മൾ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സിനെ, ഒരു വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ആ ഫോഴ്സിൻ്റെ ടെൻഡൻസി അല്ലെങ്കിൽ ശേഷിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ ശ്രദ്ധിച്ചോളാം, ഒരു ഫോഴ്സിന് ഒരു വസ്തുവിനെ സാധാരണ ചലനത്തിന് വിധേയമാക്കാൻ സാധിക്കും. ഓക്കെ, ഫോഴ്സ് കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വസ്തു മൂവ് ചെയ്യും, അതാണ് നടക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക, ഫോഴ്സ് രണ്ട് തരത്തിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കും. ഒന്നുകിൽ സാധാരണ രീതിയിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നേരെ രേഖയിൽ ഇങ്ങനെ ചരിച്ചു പോകും, അല്ലെങ്കിൽ ആ വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ആര് തന്നെയാണ്, ഫോഴ്സ് തന്നെയാണ്. സോ ഒരു വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഫോഴ്സിൻ്റെ ശേഷിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഞാനിവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ളത്. The moment of a force is a measure of its tendency to cause a body to rotate about a specific point or axis. ഓക്കെ, അതാണ് പറയുന്നത്. അതിൻ്റെ ആക്സിസ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫോഴ്സിൻ്റെ ശ്രമത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, ഫോഴ്സിൻ്റെ എന്തായിട്ട് കണക്കാക്കുക, മൊമെൻ്റായിട്ട് കണക്കാക്കുക. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് അകലെ, ഓക്കെ, ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് അകലെ എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് എന്ത് ചെയ്തേക്കാണ്, അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ അപ്ലൈ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉറപ്പായിട്ടും ഈ പോയിൻ്റ് ഒയിനെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ഈ വസ്തുവിനെ, ഈ ഒരു വസ്തു ഉണ്ടല്ലോ, നീല കളർ കാണുന്ന വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കും. ആ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ആ ഫോഴ്സിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, ഫോഴ്സിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എഫ് ഇൻറ്റു ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഇവിടെ ഒ എന്ന് പറയുന്ന പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫിൽ നിന്ന് ഒ എന്ന് പറയുന്ന പോയിൻറ്റോട്ടുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മൊമെൻ്റ് ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫോഴ്സിൻ്റെ മൊമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. മൊമെൻ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ആ വസ്തുവിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിൻ്റെ ശേഷിനെയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ വസ്തുവിൻ്റെ ഏതൊരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടും ആ ഫോഴ്സിൻ്റെ മൊമെൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ഒരു ഫോഴ്സിൻ്റെ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ പോയിൻറ്റും ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്, നിങ്ങൾ എടുത്തേക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എമൗണ്ടാണ്, 10 ന്യൂട്ടനാണോ 20 ന്യൂട്ടനാണോ 30 ന്യൂട്ടനാണോ എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് സാധനം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫോഴ്സിൻ്റെ എമൗണ്ടും ഫോഴ്സും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും, മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ഒന്നുമില്ല. ഇനി പ്രധാനമായിട്ടും ഇക്വിലിബ്രിയം 3 തരത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതിൻ്റെ ഡെഫിനിഷൻ വായിച്ചാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുക. ആദ്യത്തെ ഫിഗർ മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ ഒരു പാത്രത്തിൻ്റെ അകത്തൊരു ബോൾ ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പാത്രത്തിൻ്റെ അകത്ത് നല്ല ചരിവുള്ള കോൺവെക്സ് ആകൃതിയിലുള്ള ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. നല്ല റൗണ്ടുള്ളത്, ഇതുപോലെ നല്ല റൗണ്ടായിട്ടുള്ള കോൺവെക്സ് ആകൃതിയിലുള്ള ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. ആ പാത്രത്തിൻ്റെ നടുക്ക് ഒരു ബോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പാത്രത്തിൻ്റെ നടുക്ക് ഒരു ബോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ബോളിനെ ജസ്റ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് അനക്കി നോക്കുക. മേളിലോട്ടോ താഴോട്ടോ എവിടെ വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനക്കി നോക്കുക. നിങ്ങളൊരു ഫോഴ്സ് ഉപയോഗിച്ചായിരിക്കും ഈ ബോളിനെ എന്ത് ചെയ്യുന്നത്, അനക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബോളിനെ കുറച്ച് ദൂരം ഒന്ന് അനക്കി വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കൈ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ബോൾ അതിൻ്റെ പഴയ അവസ്ഥയിൽ തന്നെ തിരിച്ചു വന്നിരിക്കും, അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഈ ബോളിനെ ഞാൻ പുഷ് ചെയ്ത് ഈ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഈ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ വിരൽ വെച്ചായിരിക്കുമല്ലോ പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വിരൽ വെച്ച് തള്ളി ആ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വിരൽ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ, ഈ ബോൾ ജസ്റ്റ് പുറകിലോട്ട് വന്നിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പക്ഷേ എന്നിരുന്നാലും അവസാനം അതിൻ്റെ പഴയ
സ്റ്റേറ്റ് എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ പഴയ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഒരു വസ്തു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന വസ്തുവിനെ നിങ്ങൾ സ്ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കിയെന്ന് വിചാരിക്കുക. അത് അനക്കി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അനക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് അർത്ഥം. ജസ്റ്റ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അനങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എപ്പോഴാണോ ആ ഫോഴ്സ് അതിൻ്റെ പുറത്തുനിന്ന് റിമൂവ് ചെയ്യുന്നത്, ആ സമയത്ത് ഈ വസ്തു തന്നെത്താനെ സ്വയം തന്നെ അതിൻ്റെ പഴയ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ വസ്തു എന്തിലാണെന്ന് പറയാം, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇതിന് വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺ ഷേപ്പ് അറിയാലോ, സർക്കുലർ പിരമിഡ് എന്ന് പറയുക, അല്ലെങ്കിൽ കോണിന് അതിൻ്റെ ബേസിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇതുപോലെ ഇടത് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ പോലെ. അതിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ജസ്റ്റ് ടിൽറ്റ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കും. കോണിനും ഈ ഒരു പ്രത്യേകത ഉണ്ട്. സോ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കോൺവെക്സ് ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ കോൺകേവ് ഷേപ്പിലുള്ള ഇങ്ങനെ സ്ലോപ്പുള്ള പാത്രം, ഈ ഒരു സ്ലോപ്പ് അറിയാലോ, ഈ സ്ലോപ്പിലുള്ള പാത്രത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗത്ത് നിങ്ങളൊരു ബോളിനെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഈ ബോൾ ഇപ്പോഴും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഈ ബോളിനെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തൊന്ന് അനക്കാൻ ശ്രമിച്ചെന്ന് വിചാരിക്കുക. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ എന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് അനക്കിയെന്ന് വിചാരിക്കുക. ഈ ബോൾ മൂവ് ചെയ്യും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ബോൾ നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ പിന്നെയും തന്നെത്താനെ നേരത്തെ കേസിലെ പോലെ തിരിച്ച് അതേ പൊസിഷനിൽ, ഈ പൊക്കത്തിലുള്ള ഈ ഉയരത്തിലുള്ള പൊസിഷനിൽ വന്നിരിക്കുമോ? നമുക്കറിയാം, സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അത് വന്നിരിക്കില്ല. അത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് എൻ്റെ പഴയ അവസ്ഥയിലോട്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരത്തില്ല. സോ ഇതിനെ ജസ്റ്റ് നനക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ച് മേളിലോട്ട് കയറി, ഇതിനെ ജസ്റ്റ് നനക്കി കഴിഞ്ഞാൽ ഈ ബോൾ നേരെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇത് താഴോട്ട് ഉരുണ്ടങ്ങ് പോവും. ഈ ഉരുണ്ട് പോകുന്ന ബോൾ ഒരിക്കലും തന്നെത്താനെ തിരിച്ച് വന്നിട്ട് ആ മേളിലത്തെ ഭാഗത്ത് അതിൻ്റെ പഴയ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എവിടെയാണോ അവിടെ തിരിച്ചു വന്നിരിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ മാന്യമായിട്ടിരിക്കുകയാണ്, നിങ്ങൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം ഉണ്ടായ ആ സ്ഥാനം അത് തന്നെത്താനെ തിരിച്ചെൻ്റെ പഴയ അവസ്ഥയിലോട്ട് എത്താൻ അതിന് സാധിക്കാത്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഒരു കോണിൻ്റെ പാദത്തിനെ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോണിനെയാണ് പറഞ്ഞത്. ഇനി ഒരു കോണിൻ്റെ ശീർഷത്തിനെ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ തലവുത്തിനെ നിർത്തിക്കഴിഞ്ഞാൽ, ബാലൻസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റായിട്ട് വന്ന് വിഴുന്നു പോവും. പിന്നെ അത് തിരിച്ച് പഴയ അവസ്ഥയിലോട്ട് വന്ന് നിൽക്കത്തില്ല. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ഇക്വിലിബ്രിയമാണ്. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ ഒരു ബോളിനെ വെച്ചിരിക്കുകയാണെന്ന് ഇരിക്കുക. നിങ്ങൾ ആ ബോളിനെ ഉരുട്ടി വിടുകയാണെന്ന് ഇരിക്കുക. ഇവിടെ നിന്ന് ഈ ബോളിനെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് ഇരിക്കുക, ഉരുട്ടി വിടുകയാണെന്ന് ഇരിക്കുക. ഇടത്തുനിന്ന് വലത്തോട്ട് എന്ത് ചെയ്യാണ്, ഉരുട്ടി വിടുകയാണെന്ന് ഇരിക്കുക. ബോൾ ഉരുണ്ട് എന്ത് ചെയ്യും, ബോൾ ഉരുണ്ട് ഇങ്ങോട്ട് വരും. മറ്റ് രണ്ട് ഇക്വിലിബ്രിയത്തിൽ നിന്നും ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എന്ത് ചെയ്യും, ഈ ബോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെന്നെത്തിച്ചേരും. ആദ്യം ഒരു ഫ്ലാറ്റ് സർഫേസ് എടുക്കുക, അതിൻ്റെ പുറത്തൊരു ബോൾ ഇരിക്കുകയാണെന്ന് ഇരിക്കുക. അതിനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ചെന്നിരിക്കുന്ന പുതിയ ഇക്വിലിബ്രിയം പൊസിഷനും പഴയ ഇക്വിലിബ്രിയം പൊസിഷനും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, രണ്ടും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. നേരത്തെ ഇരുന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുക. പക്ഷേ പൊസിഷന് വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വിലിബ്രിയം എല്ലാം എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അങ്ങനെ ഒരു വസ്തു ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുകയാണ്. ആ വസ്തുവിനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു പുതിയൊരു പൊസിഷനിൽ പോവുമെങ്കിലും അതിൻ്റെ ഈ പുതിയ പൊസിഷനിൽ അതിന് കിട്ടുന്ന ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയത്തിന് സിമിലർ ആണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഒരു വസ്തുവിനെ നമുക്ക് ഈ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം
ഇഫ് ഓൺ ബീയിങ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്, ജസ്റ്റ് ഒന്ന് അതിനെ അനക്കി കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ന്യൂ പൊസിഷൻ, അതൊരു പുതിയ പൊസിഷൻ ടേക്കപ്പ് ചെയ്യും, അതൊരു പുതിയ പൊസിഷൻ എടുക്കും. പക്ഷേ ആ പുതിയ പൊസിഷൻ എടുത്തിരുന്നാൽ പോലും അതിൻ്റെ ഇക്വിലിബ്രിയം സിമിലർ ടു ഇറ്റ്സ് ഒറിജിനൽ വൺ. അതിൻ്റെ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതിന് ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ എന്തായിരിക്കും, താരതമ്യേന സിമിലർ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്താണെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനും കംപ്ലീറ്റ് ആയിട്ട് മാറും. അതിൻ്റെ നേരത്തെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കില്ല ഇത് മാറിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പൊസിഷൻ, മാറിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. പക്ഷേ ഒരു ഫ്ലാറ്റ് സർഫേസ് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ വീട്ടിലെ ഫ്ലോറിൽ ജസ്റ്റ് ഒരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ആദ്യം വരുന്ന എന്ത് ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കുമോ, എന്ത് ഇക്വിലിബ്രിയത്തിലായിരിക്കുമോ ആ ബോൾ ആദ്യം സ്ഥിതി ചെയ്തിരുന്നത്, ഈ ബോൾ അനങ്ങിയതിന് ശേഷം പുതിയൊരു പൊസിഷനിൽ ചെന്ന് നിൽക്കുമല്ലോ, അപ്പോഴും അതിന് ആ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു പുതിയ പൊസിഷനാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ കേസുകളിലൊന്നും ഈ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കത്തില്ല. ഓക്കെ. സോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ളത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എപ്പോഴാണ് ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വസ്തുവിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തേക്കുന്ന നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും ഇല്ല എന്ന് പറയണം. രണ്ട് രീതിയിൽ പറഞ്ഞ സെയിം തന്നെയാണ്. ഒന്നുകിൽ നമുക്കിങ്ങനെ പറയാം, ഒരു വസ്തുവിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തേക്കുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് പറയാം, നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ തന്നെ വേറൊരു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല എന്ന് പറയാം. ഓക്കെ. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല എന്ന് തന്നെയാണ്. രണ്ടും സെയിം തന്നെയാണ്. ഇനി പ്ലസ് എന്തും കൂടെ വരാൻ പാടില്ല, ടേണിങ് മൊമെൻറ്റും കൂടെ വരാൻ പാടില്ല. സോ ഒരു ബോഡി മെക്കാനിക്സിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണമെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സുകളെല്ലാം 0 ആയിരിക്കണം, ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സുകളെല്ലാം 0 ആയിരിക്കണം. വെർട്ടിക്കൽ ഫോഴ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള ഫോഴ്സുകൾ, അതായത് ഞാനിവിടെ പച്ച കളറിൽ ആരോയിൽ കാണിച്ചിരിക്കുന്ന F1, F2, F3, F4, F5, ഈ ഫോഴ്സുകളെല്ലാം എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സുകളാണ്. ഈ ഫോഴ്സുകളെല്ലാം എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സുകളാണ്. ആ വെർട്ടിക്കൽ ഫോഴ്സുകളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായിട്ടുള്ള ഫോഴ്സുകൾ. ഇവിടെ 3 ഫോഴ്സുകളാണ് ഹൊറിസോണ്ടലായിട്ടുള്ളത്. റെഡ് കളറിൽ ആരോയിലാണ് ഞാനത് കാണിച്ചിട്ടുള്ളത്. F8, F6, F7, ഇത് 3 ഹൊറിസോണ്ടൽ ഫോഴ്സുകളാണ്. ഇത് 3 കൂട്ടിയാലും 0 കിട്ടണം. സോ വെർട്ടിക്കൽ ഫോഴ്സുകളെല്ലാം കൂട്ടിയാൽ 0 കിട്ടണം, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളെല്ലാം കൂട്ടിയാൽ 0 കിട്ടണം. ഇത് രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നെറ്റ് ഫോഴ്സ് 0 ആണ്, അല്ലെങ്കിൽ ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സിലാണെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു കണ്ടീഷനായി. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ഈ ഫോഴ്സുകളുണ്ടല്ലോ, നമ്മളിപ്പം എത്ര ഫോഴ്സുകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, 8 ഫോഴ്സുകളുടെ കാര്യം പറഞ്ഞത്. ഈ 8 ഫോഴ്സുകളുടെയും മൊമെൻറ്റ് ഈ വസ്തുവിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള പോയിന്റിൽ, ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഈ പോയിന്റ് എടുക്കുമെങ്കിൽ ഈ പോയിന്റ് എടുക്കാം. ആ പോയിന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 8 ഫോഴ്സുകളുടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റുകളുടെ തുകയും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ ബേസിക്കലി 3 കണ്ടീഷൻസാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ, തിരശ്ചീനമായിട്ടുള്ള ഫോഴ്സുകൾ, അതായത് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഫോഴ്സുകളാണ് തിരശ്ചീന ഫോഴ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫോഴ്സുകൾ 0 ആയിരിക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇവിടെ 3 ഉണ്ട്, F8, F7, F6, അത് 3 കൂട്ടുമ്പോൾ 0 കിട്ടണം. അടുത്ത് വെർട്ടിക്കൽ ഫോഴ്സുകൾ F1, F2, F3, F4, F5, അതെല്ലാം കൂടെ കൂട്ടുമ്പം എന്ത് കിട്ടണം, 0 കിട്ടണം. പിന്നെ ഈ ഫോഴ്സുകളുടെ എല്ലാ മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, 0 കിട്ടണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വസ്തു എന്തിലാണെന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. മെക്കാനിക്സിൻ്റെ അകത്ത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതായത് ഈ വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കും ആ സമയത്ത്. സോ ഇതാണ് ഇവിടെ താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, 3 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും അഡീഷണൽ ആയിട്ടൊന്നുമില്ല, ഇത് തന്നെയാണ് 3 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സിഗ്മ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ്, എച്ച് ഹൊറിസോണ്ടൽ ഫോഴ്സുകളാണ് സൂചിപ്പിക്കുന്നത്. ഹൊറിസോണ്ടൽ ഫോഴ്സിന് ആഡ് ചെയ്യുമ്പം 0 കിട്ടുന്നു. അതാണ് ഞാനിവിടെ F8 + F6 + F7 = 0 എന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. സോ അവസാനം മൊമെൻ്റ് ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സിനാണ് സൂചിപ്പിക്കുന്നത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൊമെൻറ്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്, നമ്മൾ നേരത്തെ ബേസിക് ഷേപ്പുകളുടെ സെൻട്രോയിഡുകൾ പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് പഠിച്ചു, അടുത്ത് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് സർക്കിളിൻ്റെ സെൻട്രോയിഡ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് സെമി സർക്കിളിൻ്റെയൊക്കെ സെൻട്രോയിഡുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഭാഗങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ഒരു ക്ലാസ്സായിട്ട് ഞാനത് ക്ലിയർ ചെയ്യുന്നതാണ്. ഈ ഒരു ഭാഗം കൂടെയാണ് ഇനി ബാക്കിയുള്ളത്. ആദ്യം ഈ ഹെഡിങ് വായിക്കുക, സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ്. കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സർക്കിള്, സെമി സർക്കിൾ, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഷേപ്പുകളാണ്. ബേസിക് ആയിട്ടുള്ള ഷേപ്പുകൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഷേപ്പുകളാണ് നമ്മൾ കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് പറയുക. ആ ഷേപ്പുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം കാണാൻ സാധിക്കുന്ന ആദ്യം ഒരു ട്രയാങ്കിളുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു റെക്റ്റാങ്കിളുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു സെമി സർക്കിളുണ്ട്. ഈ 3 ബേസിക് ഷേപ്പുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു കോമ്പോസിറ്റ് ഏരിയ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഈ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻട്രോയിഡ് നമുക്കറിയാം. എല്ലാ സെൻട്രോയിഡിനും ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് ആക്സിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും, വൈ ആക്സിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ താഴെ തന്നിട്ടുള്ളത്. എക്സ് സമം എന്താണ്, a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 പ്ലസ് എറ്റ്സെട്ര ഇട്ടേക്കുന്ന. ഇതിപ്പോൾ 3 ഷേപ്പിന് വേണ്ടിയാണ്. എത്ര ഷേപ്പിന് വേണമെങ്കിൽ ഇനി 4ാമതൊരു ഷേപ്പും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം സർക്കിളും സെമി സർക്കിളും റെക്റ്റാങ്കിളും ട്രയാങ്കിളും മാത്രമേ ഉള്ളൂ. ഇനി 4ാമതൊരു ഷേപ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് a4x4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ എഴുതാം. അതുകൊണ്ടാണ് ഞാനിവിടെ ഡോട്ട് ഇട്ടേക്കുന്നത്. ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 എറ്റ്സെട്ര. സോ ഇത് തന്നെയാണ് വൈനും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ ഒന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ a1 a2 a3 എന്നൊക്കെ പറയുന്നത്, ഇവിടെ ഇപ്പോൾ 1ാമത്തെ ഷേപ്പ് നമ്മൾ ട്രയാങ്കിളായിട്ട് എടുത്തെന്ന് വിചാരിക്കുക, 2ാമത്തെ ഷേപ്പ് റെക്റ്റാങ്കിളായിട്ട് എടുത്തെന്ന് വിചാരിക്കുക, 3ാമത്തെ ഷേപ്പ് സെമി സർക്കിളായിട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഈ 3 ഷേപ്പുകളുടെ ഏരിയ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ 1ാമത്തെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് a1 എന്ന് പറയുന്നത്. 2ാമത്തെ ഷേപ്പ് റെക്റ്റാങ്കിളാണ്, അതിൻ്റെ ഏരിയയാണ് a2 എന്ന് പറയുന്നത്. 3ാമത്തെ ഷേപ്പ് സെമി സർക്കിളാണ്, അതിൻ്റെ ഏരിയയാണ് a3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ x1 x2 x3 y1 y2 y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഷേപ്പിന് ഇൻഡിവിജ്വലായിട്ട് എന്തുണ്ടാകും. ഇപ്പം ട്രയാങ്കിളിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ റെക്റ്റാങ്കിളിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ സെമി സർക്കിളിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റികളുടെ കോർഡിനേറ്റ്സ് ആണ് x1 x2 x3 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1ാമത്തെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ നമുക്കറിയാം ഹൈറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y കിട്ടും, നമുക്ക് y1 കിട്ടും. ഹൈറ്റ് എത്രയാണോ, അതായത് ഇതാണ് ഹൈറ്റ്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ആ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y1 കിട്ടും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ തന്നെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ്. ഈ ബേസ് ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ x1 കിട്ടും. സോ എക്സ് കോർഡിനേറ്റ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ x1 x1 x2 x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്, അടുത്ത x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എക്സ് കോർഡിനേറ്റ്, അടുത്ത് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എക്സ് കോർഡിനേറ്റ്. അതുപോലെ തന്നെ y1 y2 y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഷേപ്പിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ y കോർഡിനേറ്റ്. സോ ഇവിടെ അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എവിടെയാണോ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്, XY ആക്സിസ് വെച്ചിരിക്കുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ കേസ് എടുക്കുമ്പോൾ y2 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം y2 സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് തന്നെയാണ്, എക്സ് ആക്സിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ വേറെ പ്രശ്നമില്ല. എന്നാൽ x2 സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക.
അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. സോ ബേസിക്കലി ഇത് തൊട്ട് ഇതുവരെ 5ഉം ബാക്കി എത്രയാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം എത്രയാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടം വരെ വരുമ്പോൾ, ഈ ഭാഗത്ത് വരെ വരുമ്പോൾ 5 + 10 15 എന്ന് വരും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 10 നീളം / 2 ചെയ്യും. 10/2 എത്രയാണ്, 5 കിട്ടും. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നീളത്തിൻ്റെ പകുതി എടുത്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. പക്ഷേ ഈ കോമ്പോസിറ്റ് ഏരിയ വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണ് ആക്സിസ് വെച്ചേക്കുന്നത്, ആക്സിസ് വെച്ചേക്കുന്നത് ട്രയാങ്കിളിൻ്റെ ഇപ്പുറത്താണ് വെച്ചേക്കുന്നത്. സോ നമ്മൾ x2 എന്ന് പറയുന്ന സാധനം 5 എന്ന് അവിടെ എഴുതി വയ്ക്കരുത്. നമ്മൾ ഈ ആക്സിസിൽ നിന്ന് തന്നെ എപ്പോഴും അളവുകൾ എടുക്കണം. അളവുകൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആക്സിസ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിസിൽ നിന്ന് തന്നെ എടുക്കണം. അതായത് ഇവിടെ 5 എന്ന് മാത്രം എടുക്കരുത്. ഈ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ അളവ് പറയുമ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും. ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഇപ്പം ഈ x2ൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 10/5. അതിൻ്റെ നീളം, റെക്റ്റാങ്കിളിൻ്റെ നീളം /2 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അത് ഏതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ബാക്കി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ നിങ്ങോട്ട് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്, 5. സോ 5 5 10. സോ ഇവിടെ x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ, അതായത് റെക്റ്റാങ്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയായിട്ട് എടുക്കണം, 10 ആയിട്ട് എടുക്കണം. 5 ആയിട്ട് എടുക്കരുത്. നിങ്ങൾ നീളത്തിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും, 5 ആയിരിക്കും കിട്ടുക. 10 എന്തായിരിക്കും കിട്ടുക, 5 ആയിരിക്കും കിട്ടുക. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ y ആക്സിസിൽ നിന്ന് തന്നെ അളന്നെടുക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടി വരും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഒരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. സോ ഈ ഒരു ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഫോർമുല മാത്രം ഒന്ന് കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവും ഉറപ്പായിട്ട്. നമ്മളൊരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഓക്കെ.